നമ്മൾ സാധാരണക്കാർ ഞായറാഴ്ചകളിലായിരിക്കില്ലേ കൂടുതലായിട്ടും ചിക്കൻ കറിയും മറ്റൊക്കെ ഉണ്ടാക്കുക. ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും സൺഡേകളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എനിക്കൊക്കെ പ്രത്യേകിച്ചും. അത് കുഞ്ഞിലേ മുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വറുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ട് തിരുമ്പി വെച്ച് നമ്മളത് വറുത്ത് കോരി മാറ്റി വയ്ക്കും. പക്ഷെ വറുക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ, ഞാനത് വിട്ടുപോയി. അതിന് ശേഷം നമ്മൾ വറുത്ത വെളിച്ചെണ്ണ തന്നെ വേറൊരു ചീഞ്ചട്ടിലേക്ക് കുറച്ച് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പച്ചക്കൂത്ത് അങ്ങോട്ട് നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിക്കുന്നത് കേട്ടോ. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സബോള ഇട്ട് കൊടുക്കും. സബോള അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മൾ പറയും ഗോൾഡൻ കളറൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഗോൾഡൻ കളറൊന്നും കാണാൻ പറ്റേണ്ട, നമുക്ക് സബോള നന്നായി വഴണ്ടി കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവാൻ പറ്റും. ഇതിനിടയിൽ ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി മുന്നേ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുക്കുക. വഴറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഒരു പിശുക്കും കാണിക്കേണ്ട, ഇത്തിരി സമയം എടുത്ത് അടുപ്പിൻ്റെ കടക്കിൽ നിന്നിട്ടൊക്കെ അങ്ങോട്ട് വഴറ്റിക്കോളും. അതിലേക്ക് ഇത്തിരി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 പച്ചമുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലേക്ക് പിന്നെ ഇടുന്നത് നമ്മൾ മിക്സിയിൽ തന്നെ ഒരു കറക്ക് കറക്കിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നന്നായി ചേർക്കും. വെളുത്തുള്ളി എനിക്ക് നന്നായി ചേർക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഒരു 2-3 കുടമൊക്കെ ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുക്കാറുണ്ട് കേട്ടോ. ഇഞ്ചിയും അതേ നന്നായി എടുക്കാറുണ്ട്, നമ്മുടെ വയറിനൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഇത്തിരി അധികത്തിലെടുക്കുന്നൊരു കൂടുതലുള്ള ആളാണ്, അതാണ് ഇത്ര അധികം തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് ഇത്തിരി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇലയും ആ പിശുക്കണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. നന്നായി അങ്ങോട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ചില്ലി സോസും ടൊമാറ്റോ സോസും അതിനൊന്നും പ്രത്യേക ഒരു അളവൊന്നുമില്ല, നമ്മളൊരു ടേബിൾ സ്പൂൺ കണക്കിൽ അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഇതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വലിയെന്നല്ല. ഒരു തക്കാളി എടുക്കുക, അതങ്ങോട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിക്കുന്നത് കേട്ടോ. അതും ഒഴിച്ചിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ വഴറ്റി വന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. വെള്ളം ഒഴിക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ വെള്ളം ഗ്ലാസ് ഒഴിച്ച് നമ്മളത് മൂടി വയ്ക്കുക. മൂടി വെച്ച് അതങ്ങ് തിളച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിള വരുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നമ്മളുടെ ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയിലുള്ള ഉപ്പും മുളകും അതൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. ആ പിടിക്കുന്ന ടൈം വരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് മൂടിയിടുക. ആ സമയം കൂടി ഞാൻ പറഞ്ഞില്ല പലഹാരം കൂടി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. പത്തിരി എനിക്ക് ചിക്കൻ്റെ കൂടെ പത്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നൈസ് പത്തിരി അല്ലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇത്തിരി കനമുള്ള പത്തിരിയില്ലേ, നാളികേരവും ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ള പത്തിരി, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി എടുക്കുക. പത്തിരിപ്പൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം, ആ ചൂടുവെള്ളം നമ്മുടെ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം ആ കണക്കിലാണ് കേട്ടോ ഒഴിച്ചത്. ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഞാനത് ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇനി അധികം വറ്റിയായി കഴിഞ്ഞാൽ നമുക്ക് പത്തിരി കഴിക്കാൻ ചാറുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഞാൻ മൂടി വെച്ചു, ഓഫ് ചെയ്തു തീ. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതിലേക്ക് ഇത്തിരി ജീരകവും ഉള്ളിയും അതുപോലെ തന്നെ നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ ആ കയ്യിലേക്ക് ഇച്ചിരി ചൂടൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന ആ ചൂടിൽ നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക. കുഴക്കുന്നതിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യേണ്ട, നല്ല രീതിക്ക് തന്നെ അങ്ങോട്ട് കുഴച്ചെടുത്തോടെ കുഴച്ചൊരു ഉണ്ട പരിവാക്കിക്കോട്ടെ. ഇത് ഇത്തിരി ക്വാണ്ടിറ്റി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നൈറ്റിന് വേറെ ഒന്നും ചോറൊന്നും ആരും കഴിക്കുന്നു തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. വറുത്ത പൊടി ആയതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് എടുക്കുമ്പോഴത്തേനും നല്ലോണം ഉണ്ടാവും. അത് ഇനി പരത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കവറിലാണ് പരത്താറ്. കവറിൽ എണ്ണ തടവിയിട്ട് അതിൽ മാവ് വെച്ച് കിണ്ണം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. എന്നിട്ട് അത് കൈകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കും. അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നുണ്ടോ, കൈകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. പണ്ട് അമ്മയൊക്കെ ചെയ്യാൻ വെച്ചാൽ കൈകൊണ്ട് മാത്രമാണ് പരത്തുക. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു ശീലമാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് പാൻ വെച്ച് ഇതങ്ങോട്ട് ഇട്ട് നമ്മൾ ചൂടാനൊന്നും അധികം സമയം എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/4 ഭാഗം വെന്ത ഒരു പൊടിയാണ്. ആ പൊടി പിന്നെ ഇനി അധികം നേരിട്ട് വേവിച്ച് കനം വെപ്പിക്കേണ്ട. പിന്നെ അത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ ഗ്രേവിയും ഇതും കൂടി സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.